الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا أشرف المرسلين وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അൽ മവദ്ദ മീലാദ് ഫെസ്റ്റിന്റെ വേദിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒത്തൊരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൊണ്ട് പറയാനാണ്. ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരായവരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ ഓരോ സത്യവിശ്വാസിയുടെയും മേൽ ബാധ്യതയാണ്. ഹബീബായ ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാതെ ഒരാൾ പോലും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല എന്നാണ്. ഹബീബായ ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു സർവ്വരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാൾ പോലും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സത്യവിശ്വാസികളെ, അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് എല്ലാവരെക്കാളും ആ ഹബീബായ മുത്തനബി തങ്ങളെ നാം സ്നേഹിക്കണം. ആ മുത്തായ തങ്ങളിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് സത്യവിശ്വാസികളെ സ്വലാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത് എന്നത് ഒരു അവിഭാജ്യ ഘടകമാണ്. നാം ഖുർആൻ ഓതുന്നത് പോലെ, ദിക്റുകൾ ചൊല്ലുന്നത് പോലെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്ന് മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിൽ കൽപ്പനയുള്ളത് കൂടിയാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മാലാഖമാരും ഹബീബായ ലോകത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്നാണ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങളും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും വർഷിപ്പിക്കുവിൻ എന്നാണ്. അത് തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അക്സിറൂ മിൻ സ്വലാത്തി അലയ്യ എന്ന്. നിങ്ങൾ എന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൂ എന്ന്. ആ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിടുത്തം
രണ്ട് ലോകത്തും ലഭിക്കുന്നതാണ്. മാത്രമല്ല ഖബറാകുന്ന ഇരുട്ടറ ഏതൊരു മനുഷ്യനെയും ഭീതിപ്പെടുത്തുന്ന അവസ്ഥ. ആ ഖബറിലെ ആദ്യ രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇന്ന സ്വലാത അലയ്യ നൂറുൻ ഫിൽ ഖബരി. അതേ, ഒരാൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്ത് അവർക്ക് പ്രകാശമായിട്ട് ഖബറിൽ കൂട്ടിലുണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ വനൂറുൻ ഫിൽ ഖിയാമ വനൂറുൻ ഫിസ് സിറാത്ത്, സിറാത്ത് പാലത്തിലും ഖിയാമത്ത് നാളിലും അങ്ങനെ എല്ലായിടത്തും ആ സ്വലാത്ത് പ്രകാശമായിട്ട് കൂട്ടിലുണ്ടാകും. ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ ഹബീബായ മുത്തുനബി തങ്ങളിലേക്ക് ഏറ്റവും അടുത്തവരായിരിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ മുത്തുനബി തങ്ങളുമായിട്ടുള്ള ആത്മീയ ബന്ധം നാം സ്ഥാപിച്ചെടുക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയ ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വലിയ മഹാനാണ്, ആബിദാണ്, ഫഖീഹാണ്. ആ മഹാനായ ഹസനുൽ ബസരി തങ്ങളുടെ അരികിലേക്ക് അതാ ഒരിക്കൽ ഒരു ഉമ്മ കടന്നു വരികയാണ്. ആ ഉമ്മ വന്നുകൊണ്ട് തന്റെ പൊന്നുമോളെ കുറിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ശൈഖവറുകളെ, എന്റെ പൊന്നുമോള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ പൊന്നുമോളെ എനിക്ക് സ്വപ്നത്തിലൊന്ന് ദർശിക്കണം, അതിന് വല്ലതും എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ മഹാനായ ഹസനുൽ ബസരി തങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ടുള്ളത്. അപ്പോൾ അതാ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ അവിടുന്ന് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉമ്മ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് രാത്രി കിടന്നുറങ്ങി. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മ തന്റെ പൊന്നുമോളെ സ്വപ്നത്തിൽ കാണുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലാണ്. കൈകാലുകളൊക്കെ ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട പൊന്നുമോളെ ഉമ്മ കണ്ടപ്പോൾ, ഉമ്മയല്ലേ സത്യവിശ്വാസികളെ, ആ ഉമ്മക്ക് വളരെ അധികം വിഷമമായി. ആ ഉമ്മ കരഞ്ഞുകൊണ്ടതാ ഇലാ ഹദറത്തി ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹസനുൽ ബസരി തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. തന്റെ പൊന്നുമോളെ സ്വപ്നത്തിൽ കണ്ട വിവരം മഹാനായ ശൈഖ് അവറുകളോട് പറയുകയാണ്. അപ്പോൾ അതാ മഹാനായ ഹസനുൽ ബസരി തങ്ങളും അവിടുത്തെ ശിഷ്യഗണങ്ങളും ഈ പൊന്നുമോളുടെ അവസ്ഥ കണ്ടുകൊണ്ട് കരഞ്ഞു പോവുകയാണ്. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അതാ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ ആ ഉമ്മയുടെ പൊന്നുമോളെ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനവറുകൾ കാണുന്നതാകട്ടെ നല്ല സ്വർഗീയ അവസ്ഥയിലാണ്. സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും ആ പൊന്നുമോൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പൊന്നുമോളുടെ കിരീടമുണ്ടല്ലോ, മശ്രിഖ് മുതൽ മഗ്രിബ് വരെ പ്രകാശിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൻ്റെതായ എല്ലാ അനുഭൂതികളും ലഭിച്ചതായ കോലത്തിലാണ് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ ഉമ്മയുടെ പൊന്നുമോളെ സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ അതാ പൊന്നുമോള് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ശൈഖവറുകളെ, എന്നെ അറിയുമോ എന്ന്. അപ്പോൾ അതാ പൊന്നുമോള് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ലാ അദ്രി, നിന്നെ എനിക്കറിയുകയില്ല, നീ ആരാണെന്ന് അവിടുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതാ പൊന്നുമോള് മറുപടി പറയുന്നു, ഞങ്ങൾ ഒരുപാട് ഖബറാളികൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട ഞങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഞങ്ങളുടെ ഖബറിന്റെ അരികിലൂടെ ഒരു സ്വാലിഹായ മനുഷ്യൻ കടന്നു പോവുകയാണ്. ആ സ്വാലിഹായ മനുഷ്യൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ ഖബറിലേക്ക് ഹദിയ ചെയ്തു. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നു, ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിതരാക്കി സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ തന്നു എന്ന് ഈ കുഞ്ഞുമോട് മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് പറയുകയാണ്. ഓ സത്യവിശ്വാസികളെ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് സ്വലാത്തിന് വലിയ
പവറുണ്ട് എന്നാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ മുത്തുനബിയിലേക്ക് നാം അടുക്കണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹബീബായ മുത്തുനബി തങ്ങളെ കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.